Good afternoon, dears. Our next topic is thrust and pressure. In the last class, we are discussed about friction. Then next we are discussed about thrust and pressure. In this topic, what is meant by thrust and what is meant by pressure. Here, there is an activity is given. Let us do the activity. Take some powdered lime in a tray. There is some powdered lime in a tray. Then place a brick on this tray. This brick is placed first vertically, then horizontally, then with the broader side downward. നോക്കിയോക്കൂ ഈ 3 കണ്ടീഷൻസിലും എന്ത് ചെയ്യുക, ബ്രിക്ക് പ്ലേസ് ചെയ്യുക. സം ലൈം പൗഡറോ സാൻഡോ എന്തെങ്കിലും നമ്മൾ ഒരു ട്രേയിലെടുത്തിട്ട് then brick is placed in this tray. Then in which case here the brick is placed vertically, then brick is placed horizontally, then brick is placed with a broader side downward. നമ്മൾ പറയുന്നത് ബ്രിക്കിനെ ഡിഫറെൻറ്റ് രീതിയിലാണ് ബ്രിക്കിനെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻ വിച്ച് സിറ്റുവേഷൻ ഇൻ ദി ലൈം പൗഡർ ദ ബ്രിക്ക് പ്രൊഡ്യൂസ് ഡീപ്പർ പിറ്റ്. നമ്മൾ ഇതിൽ ഈ 3 രീതിയിൽ ബ്രിക്ക് വെച്ചിട്ടുണ്ട്. ഹിയർ ദ ബ്രിക്ക് ഈസ് പ്ലേസ്ഡ് ഇൻ 3 ways. ഇൻ വിച്ച് വേ ബ്രിക്ക് പ്രൊഡ്യൂസസ് ഡീപ്പർ പിറ്റ്. നമുക്ക് ആൾറെഡി അറിയാം, നമ്മൾ സെയിം ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് ഈ 3 രീതിയിൽ ബ്രിക്ക് വെച്ചാലും ഏത് രീതിയിൽ വെക്കുമ്പോഴാണ് ഡീപ്പർ പിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക? ബ്രിക്ക് നമ്മൾ വെർട്ടിക്കലി ആയിട്ട് വെക്കുമ്പോഴാണ് അല്ലേ. അപ്പോൾ വെർട്ടിക്കലി ആയിട്ട് വെക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഡീപ്പർ പിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ അതിനേക്കാൾ പിറ്റ്സിൻ്റെ ഡീപ്നെസ് കുറവായിരിക്കും ഏതിൽ, നമ്മൾ ഹോറിസോണ്ടലായിട്ട്. ഇപ്പോൾ ആ ബ്രിക്കിൻ്റെ ആ ഒരു സർഫസ് ഏരിയ ചെരിച്ച് വെക്കുമ്പോൾ അല്ലേ. പിന്നെ തേർഡ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, ബ്രിക്കിനെ പരത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ വീണ്ടും ഡീപ്നെസ് റെഡ്യൂസ് ചെയ്യും അല്ലേ. ദെൻ വാട്ട് ഈസ് ദ റീസൺ ദിസ് ഡിഫറൻസ് ഇൻ ദി ഡീപ്നെസ് ഓഫ് ദി പിറ്റ്. അപ്പോൾ ഇവിടെ ആ ഒരു ബ്രിക്കിൻ്റെ പിറ്റ്സിന് ഉണ്ടാവുന്ന ആ ഒരു അതിൻ്റെ ഡീപ്നെസ്സിന് ഉണ്ടാകുന്ന ഡിഫറൻസ്, വാട്ട് ഈസ് ദ റീസൺ. ദെൻ ഹിയർ ദർ ഇസ് സം ക്വസ്റ്റ്യൻസ്. What will be the total force the brick exerted on the lime powder whichever way it is placed? Here when we placed the brick on the lime powder, the weight of the brick is exerted on the lime powder അല്ലേ. നമ്മൾ ഈ ബ്രിക്ക് ലൈം പൗഡറിൽ വെക്കുമ്പോൾ എന്താണ്, ബ്രിക്കിൻ്റെ വെയിറ്റ് എത്രയാണോ ആ വെയിറ്റാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ലൈം പൗഡറിൽ എക്സേർട്ട് ചെയ്യുന്നത്. മീൻസ് ലൈം പൗഡറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ വെയിറ്റ് ഓഫ് ദിസ് ബ്രിക്ക്, ഈ ബ്രിക്കിൻ്റെ വെയിറ്റാണ് ലൈം പൗഡറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറെൻറ്റ് മെത്തേഡിൽ വെക്കുമ്പോൾ വെയിറ്റൊക്കെ സെയിം ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഡീപ്നെസ് അതിൻ്റെ പിറ്റ്സിലുണ്ടാവുന്ന ഡീപ്നെസ് ഡിഫറെൻ്റ് ആവാൻ കാരണം എന്താ? ഡ്യൂ ടു ദ സർഫസ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് അല്ലേ. നമ്മൾ വെർട്ടിക്കലി ആയിട്ട് വെക്കുമ്പോൾ ആ ബ്രിക്കിൻ്റെ ചെറിയൊരു ഏരിയയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആ ലൈം പൗഡറുമായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വെയിറ്റ് കംപ്ലീറ്റ് എക്സേർട്ട് ചെയ്യുന്നത്, ലൈം പൗഡറിൽ എക്സേർട്ട് ചെയ്യുന്ന ആ ചെറിയൊരു ഏരിയയിലൂടെയാണ്. അതേസമയം നമ്മളതിന് ഹോറിസോണ്ടലായിട്ട് മീൻസ് ചെരിച്ച് വെക്കുമ്പോൾ ഇതിനേക്കാൾ എന്ത് ചെയ്തു, ആ ഒരു സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആ ഒരു കുറച്ചും കൂടെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ അളവ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താണ്, അപ്പോൾ പിറ്റ്സിൻ്റെ ഡീപ്നെസ്സും റെഡ്യൂസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് വെക്കുന്നത് എങ്ങനെയാണ്, വിത്ത് ബ്രോഡർ സൈഡ് ഡൗൺവാർഡ് ഉണ്ടോ, പരത്തി വെക്കുമ്പോൾ വീണ്ടും എന്താണ്, അതിൻ്റെ സർഫസ് ഏരിയ ലൈം പൗഡറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സർഫസ് ഏരിയ വീണ്ടും ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, അതിൻ്റെ പിറ്റ് വീണ്ടും റെഡ്യൂസ് ചെയ്യും. ക്ലിയർ ആണ്? അപ്പോൾ ഇവിടെ വി ഹാവ് ടു ഡിസ്കസ് ത്രസ്റ്റ് ആൻഡ് പ്രഷർ. ഹിയർ from your findings, haven't you understood that the total force experienced by a surface and the total force per unit area experienced by it are different? That is thrust and pressure. First one is thrust. Thrust is the
total normal force experienced by a surface. It is the total normal means perpendicular force experienced. It is called thrust. അപ്പോൾ ഈ ലൈം പൗഡറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ത്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് മെൻ ബൈ പ്രഷർ? പ്രഷർ മീൻസ് ഇറ്റ് ഈസ് ദ thrust per unit area. Thrust exerted or force exerted per unit area is called pressure. So first one is thrust. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ thrust and pressure എന്ന് സൈഡ് ഹെഡിങ് കൊടുക്കുക. Then from the figure, next നോട്ട് എഴുതുക. From the figure 7.10A, 7.10B, 7.10C അങ്ങനെ എഴുതുക. ഫ്രം ദി ഫിഗർ 7.10 A, B, C. When the brick is placed vertically, deeper pitch produces. Okay. Then when the brick is placed horizontal, the deepness of the pitch reduces. Because surface area of contact increase. Then next point, the total normal force experienced by a surface is called thrust. Then thrust per unit area is called pressure. Pressure equal to thrust per area. Next, from this equation we can conclude that the unit of pressure, അപ്പോൾ pressure equal to thrust per area എന്ന് എഴുതുക. Then unit of pressure equal to നെക്സ്റ്റ് ലൈനിലായിട്ട് എഴുതേണ്ട ആദ്യ ഇക്വേഷൻ എഴുതുക. Then unit of pressure equal to unit of thrust divided by unit of area. Unit of thrust divided by unit of area, that is equal to Newton per meter square. This is also called Pascal. അപ്പോൾ thrust and pressure. Thrust is the total force and pressure is the force exerted on unit area is called pressure. നമ്മൾ പറഞ്ഞു ആ ഒരു പിറ്റിൻ്റെ ഡീപ്നെസ്സിൽ ഡിഫറൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദ ഡിഫറൻസ് ഇൻ ദി ഡീപ്നെസ് ഓഫ് ദി പിറ്റ് ഈസ് ഡ്യൂ ടു ദ സർഫസ് ഏരിയ ഓഫ് ദി കോണ്ടാക്റ്റ്. നമ്മൾ പറഞ്ഞു ബ്രിക്കിനെ നമ്മൾ ഒന്ന് അതിനെ വെർട്ടിക്കലായിട്ട് പിന്നെ അതിനെ ഹൊറിസോണ്ടലായിട്ട് ദെൻ ബ്രോഡർ സൈഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയർ ഏരിയ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ലൈം പൗഡറിൽ വെക്കുക. ആ രീതിയിൽ 3 രീതിയിൽ വെക്കുമ്പോഴും അതിൻ്റെ പിറ്റ്നെസ്സിൽ ഡിഫറൻ്റ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന സെയിം ഫോഴ്സാണ് എക്സേർട്ട് ചെയ്യുന്നതെങ്കിലും ആ ഫോഴ്സ് നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന ദ ഫോഴ്സ് വിച്ച് ഈസ് എക്സേർട്ടഡ് ഈസ് എക്സ്പീരിയൻസ് ത്രൂ ദിസ് ഏരിയ. ആ ഫോഴ്സ് നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണെങ്കിലും അത് ലൈം പൗഡറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഏരിയയിലൂടെയാണ്. ഓക്കെ അല്ലേ? നോക്കി നോക്കൂ. അപ്പോൾ ആ ഡിഫറെൻറ്റ് ഏരിയയിലൂടെ ആവുമ്പോൾ ലൈം പൗഡറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിലും എന്തുണ്ടാകും? ലൈം പൗഡറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ മിനിമം ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു വെർട്ടിക്കലായിട്ട് വെക്കുമ്പോൾ അവിടെ മിനിമം ഏരിയ ഓഫ് കോണ്ടാക്റ്റാണ്. മിനിമം ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ആണെങ്കിൽ ഡെപ്ത് ഓഫ് ദി പിറ്റ് ഇൻക്രീസസ്. അവിടെ പിറ്റിൻ്റെ ഡെപ്ത് വളരെ കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കി നോക്കും. From the table 7.6, you might have understood that variation in pressure takes place according to area of surface in contact. നമ്മൾ പറഞ്ഞു ആ 7.6 പേജ് നമ്പർ 97 ആ 3 ഫിഗറിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആ ബ്രിക്കിനെ നമ്മൾ 3 വേസിലൂടെ വെച്ചപ്പോൾ പിറ്റിൻ്റെ ഡെപ്തിൽ വ്യത്യാസം വന്നു. അപ്പോൾ അതിൻ്റെ കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ
സർഫസ് ഓഫ് ഏരിയ that in contact with ലൈം പൗഡർ. ലൈം പൗഡറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ സർഫസ് ഓഫ് ഏരിയയിൽ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് ആ പിറ്റ്നെസ്. നമ്മൾ സെയിം ഫോഴ്സാണ് എക്സേർട്ട് ചെയ്യുന്നതെങ്കിലും അതിനെ വെർട്ടിക്കലായിട്ടും ഹോറിസോണ്ടലായിട്ടും ബ്രോഡർ ഏരിയയിലായിട്ടും വെക്കുമ്പോൾ ആ ലൈം പൗഡറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ അളവിൽ വരും, വ്യത്യാസം വരും. അപ്പോൾ ആ ഫോഴ്സിൻ്റെ അളവ് മീൻസ് നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സാണ് പ്രഷർ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് പറഞ്ഞു, പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഇൻ യൂണിറ്റ് ഏരിയ, ദാറ്റ് ഈസ് കാൾഡ് പ്രഷർ. അപ്പോൾ ആ പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ദ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഓൺ ലൈം പൗഡർ ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി സർഫസ് ഏരിയ. ആ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആ പ്ലേസ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ സർഫസ് ഏരിയനെയാണ് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതാണ് ഈ ടേബിൾ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ത്രസ്റ്റ് എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ പ്രഷർ പിന്നെ യൂണിറ്റ് ഓഫ് പ്രഷർ എഴുതി. അതിനുശേഷം നെക്സ്റ്റ് പോയിന്റ് ഇട്ടതിന് ശേഷം ഇത് എഴുതുക കേട്ടോ. വൈൽ അപ്ലൈയിങ് എ ഗിവൺ ഫോഴ്സ് പ്രഷർ ഡിക്രീസസ് വെൻ ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ്. നേരെ മനസ്സിലാക്കുക, പ്രഷർ നമ്മൾ ഏരിയ ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ പ്രഷർ വളരെ കുറവായിരിക്കും. മീൻസ് നമ്മൾ ആ ഒരു ബ്രിക്കിനെ 3 രീതിയിൽ, അതിനെ വെർട്ടിക്കലായിട്ടും വെച്ചു, അതിനെ ഹോറിസോണ്ടലായിട്ടും വെച്ചു. അപ്പോൾ അവിടെ 3 രീതിയിൽ നമ്മളത് സാൻഡിൽ വെച്ചപ്പോൾ 3 രീതിയിലുള്ള പിറ്റ്സാണ് ഉണ്ടായത്. അപ്പോൾ അതിന് കാരണം അതിൻ്റെ ഏരിയ ഓഫ് കോണ്ടാക്റ്റിൽ വ്യത്യാസം വരുമ്പോൾ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറിൽ മീൻസ് പ്രഷർ ഡിക്രീസ് വെൻ ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ഇൻക്രീസസ്. വെൻ ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ഡിക്രീസസ് ദ പ്രഷർ ഇൻക്രീസസ്. മനസ്സിലായി വിചാരിക്കണം. നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നോക്കി നോക്കൂ, അങ്ങോട്ട് പറഞ്ഞു നിർത്താം കേട്ടോ. നൗ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി ഏബിൾ ടു ലൈ ഓൺ എ ബെഡ് ഓൺ നൈൽസ്. നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഫിഗർ 7.11. നോക്കി നോക്കൂ, ഹിയർ എ ബോയ് ഹി ലൈ ഓൺ എ ബെഡ് ഓഫ് നെയിൽസ്. ആണി വെച്ചിട്ടുള്ളൊരു ബെഡിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൃത്യമായിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടാവുക? കുറേ നെയിൽസ് അവിടെ പ്രസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ നെയിലിൻ്റെ ഷാർപ്പ് എഡ്ജാണ് മുകളിലേക്കെങ്കിൽ നമുക്ക് അവിടെ കിടക്കാൻ പറ്റുമോ? മീൻസ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വാളിൽ നെയിൽ പ്രസ് ചെയ്യാണ്. നമ്മൾ ചുമരിൽ ആണി അടിക്കുമ്പോൾ നമ്മളതിൻ്റെ ഷാർപ്പ് എഡ്ജാണ് ചുമരിൽ വെക്കുക അല്ലേ. പിന്നെ അതിൻ്റെ ഫ്ലാറ്റ് എഡ്ജിലാണ് നമ്മൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക. അതേസമയം നേരെ തിരിച്ച് വെച്ചാൽ നമ്മളിപ്പോൾ ആ നെയിലിൻ്റെ സർഫസ് ഏരിയ കൂടിയ ഭാഗം നമ്മൾ ചുമരിൽ വെച്ചിട്ട് അതിൻ്റെ ആ ഷാർപ്പ് എഡ്ജിൽ നമ്മൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വാളിൽ പ്രസ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പം 2 കേസിലും നമ്മൾ സെയിം ഫോഴ്സാണ് എക്സേർട്ട് ചെയ്യുന്നതെങ്കിലും ആ വാളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സർഫസ് ഏരിയയിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു നെയിലാന്ന് വിചാരിക്കട്ടോ. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതിയേ. നമ്മളിതിൻ്റെ ഈ ഷാർപ്പ് എഡ്ജാണ് നമുക്ക് വാളിൽ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. പ്രസ് ചെയ്യണം, എന്തുകൊണ്ടെങ്കിലും നമ്മളിതിൻ്റെ മുകളിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ എക്സേർട്ട് ചെയ്യുന്ന കംപ്ലീറ്റ് ഫോഴ്സും ഈ ഷാർപ്പ് എഡ്ജിലൂടെയാണ് ആ വാളിലേക്ക് എക്സേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആണി അടിക്കാൻ പറ്റണു. അതേസമയം ഈ ആണിയുടെ സർഫസ് ഏരിയ കൂടിയ ഭാഗമാണ് നമ്മൾ ചുമരിൽ വെക്കണമെങ്കിൽ നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സ് ഇത്രയും സർഫസിലൂടെയാണ് അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ ഫോഴ്സിൻ്റെ അളവ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ടാവും, നോക്കി നോക്കും. കൺസ്ട്രക്റ്റിംഗ് എ നൈഫ് വിത്ത് എ ഷാർപ്പ് എഡ്ജ്. നോക്കി നോക്കൂ, എക്സാമ്പിൾ നമ്മളിപ്പോൾ വീട്ടിൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ മീൻസ് കത്തി യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ കത്തിയുടെ നമ്മൾ കട്ട് ചെയ്യണ ഭാഗം അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജ് കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. അതേസമയം അതിൻ്റെ നേരെ ഫ്ലാറ്റ് എഡ്ജ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സെയിം ഫോഴ്സ് എക്സേർട്ട് ചെയ്താലും നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2 കേസിലും നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണ്, പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സർഫസ് ഏരിയയിലാണ് എന്ത് വരുന്നത്, വ്യത്യാസം വരുന്നത്. അതാണ് പറഞ്ഞത്, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് നോക്കിയേ, കൺസ്ട്രക്റ്റിംഗ് ബിൽഡിംഗ് വിത്ത് വൈഡർ ബേസ്മെൻറ്റ്. നമ്മൾ ബിൽഡിങ്സൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റ് പറയുമ്പോൾ തറ അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റ് നല്ല വൈഡർ ആക്കണം. അതേസമയം തറ വലുതാക്കിയിട്ടാണ്
അത്യാവശ്യം വലിയ തറട്ടിട്ട് അതുമ്മേ നമ്മൾ ബിൽഡിങ്, അതേസമയം ചെറിയൊരു തറട്ടിട്ട് നമുക്ക് അതുമ്മേ ബിൽഡിങ് വലുത് വെക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് ബിൽഡിങ് എന്ത് ചെയ്യും, ആ ബിൽഡിങ് ഡിസ്ട്രക്റ്റ് ചെയ്യും. കാരണം ആ ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് വെയിറ്റും വരുന്നത് ആ ബേസ്മെൻറ്റിലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ബിൽഡിങ്സൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വൈഡർ ബേസ്മെൻറ്റ് യൂസ് ചെയ്യണം പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, connecting the wheels of tanks and other such vehicles use wide chains. Then next, making sewing needles with sharp tip. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ ഇത് എഴുതിയതിന് ശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. Situations in which variation in pressure is brought about by increasing or decreasing this area of surface, അത് എഴുതുക. ദെൻ അതിനുശേഷം ഈ 4 പോയിൻറ്റ്സ് എഴുതുക. 4 പോയിൻറ്റ്സ് ഇവിടെ ഓരോ പോയിൻറ്റ്സിനും റീസൺ എഴുതുക കേട്ടോ.